ഓ, നമ്മുടെ എവിടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ കാണുന്നില്ലേ? അവിടെ ഉണ്ടോ? എല്ലാവരും ഉണ്ട്. നമസ്കാരം ചേച്ചി, എങ്ങനെയുണ്ട് രാവിലെ പോളിംഗ് ഒക്കെ? എങ്ങനെയുണ്ട്? നന്നായിട്ട് നടക്കുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല സമാധാനപരമായിട്ട് നടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ആൾക്കാരുടെ പ്രതികരണം? എങ്ങനെ? കുഴപ്പമില്ല. 100% വിജയിക്കും എന്നുള്ള കോൺഫിഡൻസിലാണ്. ഓക്കെ. പ്രിയമുള്ളവരെ, വെളിയം പടിഞ്ഞാറ്റുകര 15-ാം വാർഡിൽ LDF-ന്റെ സാധ്യതയെ മത്സരിക്കുന്ന ശ്രീമാൻ ദിലീപ് കുമാർ നമ്മുടെ കൂടെ ചേരുന്നു. എങ്ങനെ രാവിലെ പോളിംഗ്? നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ജനങ്ങളുടെ ഒരു പ്രതികരണം? ജനങ്ങളെ LDF-ന് അനുകൂലമായിട്ടുള്ള ക്ഷേമ പെൻഷനും ക്ഷേമ പദ്ധതികളെല്ലാം വാരി വിതറിക്കൊടുക്കുമല്ലേ ഗവൺമെന്റ്. എല്ലാം അനുകൂലമായിട്ട് വാർഡിലെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമാകുന്നുണ്ട്. നല്ല പ്രതികരണം. LDF മൊത്തം തൂത്തുവാരും, ഉറപ്പാണ്. അതിനൊന്നും യാതൊരു സംശയം ഉണ്ടാകും. ഓക്കെ. 2000 അപ്പോ 15-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയായ ശ്രീമാൻ വിനോദ് നമ്മളോടൊപ്പം ചേരുന്നു. 2 വാക്ക്. ഇവിടെ 55 കൊല്ലം കൊണ്ട് അഴിമതിയും പക്ഷപാതപരമായ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലേ സാറേ? അങ്ങനല്ല, അഴിമതി ഭരണമൊക്കെ ഇപ്പോഴും നമ്മൾ ഈ ബൂത്തി വന്ന് എന്തെങ്കിലും ആൾക്കാർക്ക് പോയി ചെയ്യുമ്പോഴാണ് ഇത് പറയുന്നത്. റോഡ് വികസനം അല്ല സാറേ, പലരും ഇവിടെ വരുമല്ലേ, നിങ്ങൾ അത് വേറെ നോക്കും. റോഡ് വികസനം പോലും ഇവിടെ കുടുംബക്കാർക്ക് വേണ്ടി മാത്രം റോഡ് വികസനം നടത്തുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. ജനം ഇവിടെ പൊറുതിമുട്ടി ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഈ 13 കോടിയുടെ വികസനം അവരവരുടെ വീടുകളിലേക്കും ഓരോ ആളുകളുടെ വീടുകളിലേക്കും അവരുടെ പറമ്പിലേക്ക് പോകുന്നതിന്, തേങ്ങ ഇടുന്നതിന് വേണ്ടി 3 മീറ്റർ കോൺക്രീറ്റ് റോഡും അങ്ങനെയുള്ള വികസനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതിൽ ഈ ജനങ്ങൾക്കൊരു വലിയ ഇതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ ഇവിടെ BJP സ്ഥാനാർത്ഥി ജയിക്കാനുള്ള സാഹചര്യമുണ്ട്. BJP ജയിക്കുമെന്നാണ് പറയുന്നത്. ശരി, താങ്ക് യു. ഞങ്ങളൊരു 450 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിച്ചിരിക്കുന്നു. ഓക്കെ.